ജഗദീശ്വര തവ ചരണം ശരണമെന്മാനസം സുഖകരം മംഗളകരം തവ സൂക്തി ശ്രവണ മനോഹരം ഈശ്വര ജഗദീശ്വര ജ്ഞാനദീപ്തി തെളിച്ചു നീ മമ മാനസേ നിറയേണമേ ജ്ഞാനദീപ്തി തെളിച്ചു നീ മമ മാനസേ നിറയേണമേ സ്നേഹമായ സരസ്വതി സ്നേഹമായ സരസ്വതി ഹൃദയത്തിലും നിറയേണമേ ഹൃദയത്തിലും നിറയേണമേ ഈശ്വര ജഗദീശ്വര തവ ചരണം ശരണമെന്മാനസം സുഖകരം മംഗളകരം തവ സൂക്തി ശ്രവണ മനോഹരം ഈശ്വര ജഗദീശ്വര. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ 2023-24 അധ്യയന വർഷത്തിൻ്റെ ആർട്സ് ഫെസ്റ്റ് തേജോമയ 2K24 ആണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ അരങ്ങൊരുങ്ങുന്നത്. നമ്മുടെ ഇനാഗുറേഷൻ സെഷൻ കുറച്ച് ലേറ്റായി, എന്നാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആർട്സിൻ്റെ ഈ പ്രാധാന്യമേറിയ ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികളെ തേജോമയ 2K24 എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മണമ്മൽ ജലീൽ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസിഡന്റ് മാത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ABC ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ വളരെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധമാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ജലീൽ കാക്കയും തമ്മിലുള്ളത്. ABCയുടെ ഓരോ പ്രോഗ്രാമുകൾക്കും ഓരോ ഉന്നമനത്തിനും നല്ല രീതിയിൽ നമുക്ക് എടരിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ എൻ്റെ നന്ദിയും കൂടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഒത്തിരി തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഓടിയെത്തിയ കോട്ടയ്ക്കൽ CI ശ്രീ അശ്വിത് S കരൺമയിൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോട്ടയ്ക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ സയ്യിദ് മുഹമ്മദ് സാറിനെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ABCയുടെ ഈ ഒരു 13 വർഷത്തെ കാലത്തെ വളർച്ചയിൽ എന്നും എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഡ്വൈസ് ആയിട്ടും അതുപോലെ എല്ലാ സപ്പോർട്ടുകളായിട്ടും എല്ലാം നമുക്ക് എന്നും കൂടെ നിന്നിട്ടുള്ളതാണ് കോട്ടയ്ക്കൽ പോലീസ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ ഇതോടൊപ്പം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇപ്പോഴത്തെ യുവാക്കളുടെ ഹരമായിട്ടുള്ള ശ്രീ MN സാക്കി സാറിന്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ MN സാക്കി സാറിന് ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ABC അക്കാഡമിയുടെ 0 മുതൽ ഇതുവരെയും
അതുപോലെ എൻ്റെ 0 മുതൽ ഇതുവരെയുള്ള വളർച്ച വരെയും എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ള ABCയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സലീം സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ABCയുടെ ചങ്കും കരളുമായ ശ്രീ സിദ്ദീഖ് കീഴ്ശ്ശേരി ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ് HOD എല്ലായിടത്തും ഓടിയെത്തുന്ന നമ്മുടെ മൊഹിയുദ്ദീൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ HOD മോണ്ടിസോറി HOD സുപ്രിയ മോഹനൻ, നമ്മുടെ സീനിയർ ഫാക്കൽറ്റി മോണ്ടിസോറി ഷഹല പർവി മിസ്, എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, നമ്മുടെ കറക്റ്റ് ടൈമിനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, എൻ്റെ സഹപ്രവർത്തകർ, അതായത് ABCയുടെ ഈ ഒരു 32ഓളം വരുന്ന സ്റ്റാഫ്, അവരുടെ ടീം വർക്കാണ് നമ്മുടെ ഇന്ന് ഈ കാണുന്ന ABC എന്ന് പറയുന്നത്. അവരെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടുകൂടി കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രോഗ്രാമുകൾ ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് അധ്യക്ഷൻ ശ്രീ സിദ്ദീഖ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ. ഹായ് ഓൾ. നമ്മുടെ ഇനാഗുറൽ സെഷൻ 10:30 നടക്കേണ്ടതാണ്. ഇപ്പോൾ എത്ര ഈ സമയം? 11:45. 1:15 മണിക്കൂർ വൈകിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എട്രിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ മണമൽ സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, മറ്റു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മറ്റു സഹോദരി സഹോദരങ്ങളെ, ഞാനൊന്നും പറയുന്നില്ല എന്ന് അധ്യക്ഷൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ അലോസരം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് മറ്റൊരുത്തനെ കേൾക്കുക എന്നുള്ളത്. അത് ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഒരു 5 മിനിറ്റ് പോലും നമുക്കൊന്നും വേറൊരു സംസാരം കേൾക്കാൻ കഴിയാത്ത, ഇപ്പോൾ വാട്സാപ്പിലൊക്കെ പണ്ടൊക്കെ 5-10 മിനിറ്റ് നമ്മൾ ഓരോ വോയിസ് വിട്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ ചുരുക്കി 1 മിനിറ്റൊക്കെ ആയാൽ നമ്മൾ കേൾക്കില്ല. 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെയാണ് മാത്രമേ നമുക്ക് കേൾക്കുകയുള്ളൂ. അതിന് അത്രയും ക്ഷമ നമുക്കില്ല. ഞാനടക്കം നമ്മളെല്ലാവരുടെ ഒരു സ്വഭാവം അതാണ്. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ABCയോടൊപ്പം ഏകദേശം അതിൻ്റെ 13 വർഷമായി ഞാനും സഞ്ചരിക്കുകയാണ്. കാരണം ഇത് എൻ്റെ ഒരു കുടുംബമാണ്. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഷെറീനയുടെ ഹസ്ബൻഡായിട്ടുള്ള സലീമുമായിട്ട് ബന്ധമുണ്ട്. ആ കുടുംബമായിട്ട് എൻ്റെ കുടുംബം അവർ തമ്മിലൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാനും ഇവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് നല്ല രീതിയിൽ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഈ തരത്തിലുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ നൽകാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. കാരണം നമ്മളിപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണത്. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആണിൻ്റെ മേലെ കടന്നു പോകുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും പറയും പാശ്ചാത്യ ലോകത്തിലേക്ക് അവിടുത്തെ പെണ്ണുങ്ങളെ നോക്കുമെന്നാണ് പറയൽ. ഇവിടെ നിന്നിട്ട് പറയും. കാരണം അവിടേക്ക് എല്ലാ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ സ്വാതന്ത്ര്യം എന്ത് കാര്യത്തിലാണ്? സാമ്പത്തികമായുള്ള സ്വാതന്ത്ര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഓരോ സ്ത്രീക്കും വേണ്ടത് സ്വാതന്ത്ര്യം, സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്നും ആ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരാൻ സഹോദരൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ സ്വതന്ത്രരല്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ തൊഴിലധിഷ്ഠിതമായിട്ട് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ മുന്നോട്ട് വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇനിയുള്ള കാലത്ത് ഈ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഒന്നുമില്ല. കേരളത്തിൽ സ്ത്രീകൾ ഒരുപാട് പല കാര്യത്തിലും മുൻപന്തിയിലാണ്. ഏതൊക്കെ കാര്യത്തിലാണെന്നറിയോ? ഒന്ന്, നിങ്ങൾ പോപ്പുലേഷനിൽ ആണുങ്ങളെക്കാട്ടും എണ്ണത്തിലും സ്ത്രീകൾ കൂടുതലാണ്. അതേപോലെ തന്നെ വേറെതിലാണ് സാക്ഷരതയിൽ.
അക്ഷരാഭ്യാസത്തിൽ ആണുങ്ങളെക്കാളും നിങ്ങൾ സ്ത്രീകൾ മുന്നിലാണ്. മറ്റെന്ത് കാര്യത്തിലാണ്? വരെയുണ്ടല്ലോ. അങ്ങനെ പല കാര്യങ്ങളും സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മുൻപന്തിയിലുണ്ട്. ആ മുൻപന്തിയിലുള്ള ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെടുത്താൽ അവർക്ക് അതേപോലെ ആയുർദൈർഘ്യം അല്ലേ? ആയുർദൈർഘ്യത്തിൽ സ്ത്രീകൾ കൂടുതൽ. നമ്മളൊക്കെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി. നമ്മൾ ചുറ്റുവട്ടത്തിൽ പല വീട്ടിലും പാപ്പാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. വല്യമാരിപ്പോഴും പുല്ലുമാരി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ആയുരാരോഗ്യം ഒരുപാട് നൽകട്ടെ ദൈവം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു അനന്ത സാധ്യതയാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം. ആയുർദൈർഘ്യം കൂടുതലുണ്ട്, വിദ്യാഭ്യാസം കൂടുതലുണ്ട്, എണ്ണത്തിൽ കൂടുതലുണ്ട്, ഇതൊക്കെ നിങ്ങൾ കൂടുതലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട്. എന്നാലും നമ്മൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും ഈ ജാതീയപരമായിട്ടുള്ള പല വിവേചനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇന്നൊരു പുതിയൊരു പാർലമെന്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള ശ്രീമതി ദ്രൗപദി മുർമുവിനെ ക്ഷണിച്ചില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് എന്തുകൊണ്ടോന്നറിയില്ല. അത് സ്ത്രീ എന്നത് മാത്രമല്ല, അവിടെ ജാതീയമായിട്ടുള്ള ഒരു വിവേചനം കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. സ്ത്രീ എല്ലാ വിഭാഗങ്ങളും എല്ലായിടത്തും മുന്നോട്ട് വരേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചോളം ഏത് കല്യാണം കാര്യമൊക്കെ പിന്നീട് ആലോചിക്കുക. ആദ്യം വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ ഇന്നത്തെ കാലത്തെ കല്യാണമൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏത് അവസ്ഥ വന്നാലും ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കെൽപ്പ് നിങ്ങൾക്കുണ്ടാവണം. അതിന് ABC ഒരു മുതൽക്കോട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിവിടെ നടക്കുന്ന തേജോമയ 2024 എന്ന ABC അക്കാദമിയുടെ ഈ വാർഷിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജലീൽ മണ്ണവൻ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു പ്രോഗ്രാമിന് കഴിഞ്ഞ ദിവസം വന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ പ്രോഗ്രാമിന് എത്തിച്ചേരാമെന്നൊരു കാരണവശാലും ഞാൻ അവർക്ക് നേരിട്ട് സമ്മതം കൊടുത്തിരുന്നില്ല. എന്നിട്ടും എൻ്റെ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥനോട് പറയുന്ന നിമിഷത്തിൽ മറ്റൊരു കാര്യവും ചിന്തിക്കാതെ 100% സമ്മതത്തോടു കൂടി ഞാൻ പറഞ്ഞു എൻ്റെ പ്രോഗ്രാമിന് എൻ്റെ പേര് വെച്ചോളാൻ പറഞ്ഞു. ABCയുടെ പ്രോഗ്രാമിന് എപ്പോൾ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാലും എൻ്റെ ആൾക്കാർ നേരിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ആ പ്രോഗ്രാമിന് 100% സമ്മതം കൊടുക്കുന്നത് ABCയുടെ പ്രത്യേകതരമായ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വയം പര്യാപ്തമായ ഒരു വിഭാഗം സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർക്കുന്നതിന് അല്ലെങ്കിൽ മുന്നിലേക്ക് സൃഷ്ടിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള സത്വരമായ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഓഫീസായതുകൊണ്ടാണ് ABCയോട് എനിക്ക് പ്രത്യേകമായ താല്പര്യമുള്ളത്. നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തമായ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് സ്ത്രീകളുടെ ഉന്നമനമാണ്. ഇപ്പം ഒരു നാട്ടിലൊരു 100 ചെറുപ്പക്കാർക്ക് നല്ല ഗവൺമെൻറ് ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല വരുമാനം ഉണ്ടായി, അവൻ ആ നാട് കുറേ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ മോശമാണെങ്കിൽ ആ നാട് ഒട്ടും തന്നെ വികസനത്തിൽ എത്തിയില്ല എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പല വീടുകളിലും ഞാൻ സാധാരണപ്പെട്ട CMRൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പല വീടുകളിലും നേരിട്ട് പോയി അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും കാണുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാൻ കാണുന്ന കാഴ്ചയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മളുടെ മുമ്പിൽ നല്ല ഡ്രസ്സും നല്ല തട്ടവും നല്ല വേഷവും നല്ല ചെരുപ്പും നല്ല മാലയും നല്ല കമ്മലും നല്ല വാച്ചുമൊക്കെ ഇട്ട് വന്നാൽ പോലും പലരുടെയും വീടുകളിലെ അവസ്ഥ വളരെ മോശമാണ്. അത് നമ്മൾ നേരിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവുന്ന ചില സംഗതികളിലൊന്നാണ്. പട്ടിണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പട്ടിണിയില്ല, പട്ടിണി ഇല്ല എന്ന് ചോദിച്ചാൽ പട്ടിണിയുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ്. പല ഒരുപാട് വീടുണ്ടെന്ന് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, ഒരു സമൂഹത്തിനെ ഒന്നാകെ ജനറലൈസ് ചെയ്ത് മോശമായി പറയുകയല്ല. പക്ഷേ അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളുടെ നാട്ടിൽ കാണുന്നുണ്ട്. എൻ്റെ സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവരുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി വന്നു. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അവരുടെ ക്വാർട്ടേഴ്സാണ്, റെൻ്റൽ ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അവരെ അവരുടെ ഹൗസ് ഓണർ അല്ലെങ്കിൽ റെൻ്റൽ ഓണർ ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞ പരാതിയുമായി വന്നപ്പോൾ ചോദിച്ച ചില കാര്യങ്ങളാണ്. അവരോട് ഞാൻ കാര്യമായി കാര്യങ്ങളൊക്കെ ചോദിച്ചു.
ആ പരാതിക്കാരിയോടും പരാതിക്കാരനോടും. ചെറുപ്പക്കാരാണ്, അവരുടെ പേര് ഒരു കാരണവശാലും എനിക്ക് പറയാൻ കഴിയുകയില്ല. ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാളെ, ആ രണ്ടുപേരെയും, രണ്ട് മക്കളെയും, ഒരു മോനെ, ആ ഒരു മോനെ രണ്ടുപേരെയും അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്നും അവരുടെ ഹൗസ് ഓണർ ഇറക്കി വിടുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, 1-2 തവണത്തെ റെൻറ്റ് മാത്രം കൊടുക്കുവാൻ പെൻഡിങ്ങായി. അതുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരാതി കൊണ്ടുതരുന്നു. അവർക്ക് അവരുടെ ക്വാർട്ടേഴ്സിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്ഷൻ അയാൾ കട്ട് ചെയ്യുന്നു, കറണ്ടിൻ്റെ കണക്ഷൻ അയാൾ കട്ട് ചെയ്യുന്നു. അവരെ എങ്ങനെ അവിടെ നിന്ന് ഇറക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ അയാൾക്കുള്ളൂ. അപ്പം ഞാൻ ആ പരാതിയെപ്പറ്റി വളരെ കാര്യമായി കൂടുതലായി പഠിച്ചു. ഞാൻ തന്നെ നേരിട്ട് പോയി. ഞാൻ നേരിട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, ആ വീട്ടിൽ വളരെ വിഷമകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 1-2 ദിവസമായി കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ആ വീട്ടിലൊന്നും വെക്കുന്നില്ല. ഈ ഭാര്യയും ഭർത്താവും, ചെറുപ്പക്കാരനായി ഈ ഭാര്യയും ഭർത്താവും ഭക്ഷണം 2 ദിവസമായി കഴിക്കുന്നത്. വെള്ളം മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലും വെച്ച് വെള്ളം കുടിച്ച് കഴിയുകയാണ്. കുഞ്ഞിനുള്ള ഭക്ഷണം മാത്രമാണ് കഴിഞ്ഞ 2 ദിവസമായി ആ വീട്ടിൽ വെക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാനും നിന്നില്ല. നേരെ സ്റ്റേഷനിലേക്ക് വന്ന് അവരെ വിളിപ്പിച്ചു. എതിർകക്ഷിയായിട്ടുള്ള ഹൗസ് ഓണറെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. ഇവരുടെ അവസ്ഥ വളരെ മോശമാണ്, നിങ്ങളുടെ റെൻറ്റ് അവർ ഏതെങ്കിലും വിധത്തിൽ അവർ തരും, അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. അതിനുവേണ്ടി അവർക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് എങ്ങനെ ഇത് ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റും, നിനക്ക് എങ്ങനെ ഈ റെൻ്റൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവനൊരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് കഴിഞ്ഞ 1.5 മാസക്കാലമായി പുതുക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ഓട്ടോ ഓടിക്കാതിരിക്കുകയാണ്. ഓട്ടോ ഓടിച്ചാൽ സാറ് തന്നെ പിടിക്കും. അപ്പോൾ അതിൻ്റെ ഫൈൻ അടയ്ക്കാനും കൂടി എൻ്റെ കയ്യിൽ വരുമാനമില്ല എന്നുള്ളതുകൊണ്ട് ഓട്ടോ ഞാൻ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ പണിക്കൊന്നും പോകാൻ ആരും വിളിക്കുന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ അധികം പണിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് വീട് ശരിക്കും പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന കാശ്, മിച്ചം വെച്ചിരുന്ന കാശെല്ലാം തീർന്ന് ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പട്ടിയിലാണ്. പർദ്ദയിട്ട് വളരെ ചെറുപ്പക്കാരിയായ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണീര് ഞാൻ എൻ്റെ ഈ നാട്ടിലെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് വിളിച്ച് ഞാൻ പറഞ്ഞു, ഇന്നോലെ ഓട്ടോറിക്ഷ ഫിറ്റ്നസ് ഇറക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് എത്ര രൂപ ചിലവാകുമോ ആ ചിലവാകുന്ന കാശ് എത്രയാണോ അത് നിങ്ങൾ കൊടുക്കണം. അത്യാവശ്യം സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഫിനാൻഷ്യലി സെറ്റപ്പായിട്ടുള്ള അത്യാവശ്യം ബിസിനസ്സൊക്കെ ഉള്ള ഒരാളാണ് എൻ്റെ സുഹൃത്ത്. ഈ നാട്ടുകാരൻ തന്നെയാണ്. അയാളോട് പറഞ്ഞു, ഉടനെ തന്നെ സാറ് പറഞ്ഞതല്ലേ ഞാൻ ഓട്ടോറിക്ഷ ഫിറ്റ്നസ് ഇറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്യാം. വണ്ടിയുടെ പേപ്പറെല്ലാം വാങ്ങിക്കൊടുത്തു, ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോഴും അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ അവൻ്റെ കയ്യിൽ കാശില്ല, അവനും ഇല്ല. എൻ്റെ കയ്യിൽ മിക്കവാറും ഒരിക്കൽ പോലും എൻ്റെ പേഴ്സിനകത്ത് ഒരിക്കലും കാശ് സാധാരണ കാണാറില്ല. ഞാൻ ഈ മാസ ശമ്പളക്കാരനാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലും മാസം ആദ്യമേ കിട്ടുന്ന കാശ് ആദ്യമേ തന്നെ ഉള്ള പറ്റും, കടയിലെ പറ്റും, മൊബൈൽ റീചാർജും മറ്റു കാര്യങ്ങളൊക്കെ തീരുമ്പോൾ എന്തെങ്കിലും വലിയ ചെറിയ തുട്ടൊക്കെ കാണത്തുള്ളൂ. CA-ക്കാണ് എന്നാലും. പക്ഷേ എന്നിരുന്നാലും അവരുടെ ഭാഗ്യമാണോ അവരുടെ നല്ലതാണോ എന്നറിയില്ലായിരുന്നു. എൻ്റെ പോക്കറ്റിൽ 2000-ൻ്റെ ഒരു നോട്ടുണ്ട്, 2000 രൂപ ഉണ്ടായിരുന്നു. അതായത് 400-500 നോട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പെൺകുട്ടി എടുത്ത് പറഞ്ഞു, നീ തൽക്കാലം ഈ 2000 രൂപ കൊണ്ടുപോകും. ഈ 2000 രൂപ കൊണ്ടുപോയിട്ട് നിനക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് മടിച്ചിട്ടാണ് എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, നീ വേറൊന്നും വിചാരിക്കണ്ട, നീ ഈ 2000 രൂപ കൊണ്ടുപോയി ഹസ്ബൻഡിനെ നോക്കുന്നത്. ഒരിക്കലും സ്ത്രീകൾ ഹസ്ബൻഡ് പറയാതെ പിന്നെ കാശ് വാങ്ങൂലല്ലോ. അത് എത്ര വലിയ ആളായാലും എത്ര നല്ല ആളായാലും വാങ്ങൂല. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, നീ വാങ്ങിച്ചോ, സാറ് തരുന്നില്ലേ, വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പം വാങ്ങിച്ച് കയ്യെ വെച്ചു. എനിക്ക് അപ്പോഴും സംശയമുണ്ട്, ഇവർ ഈ കാശ് കൊണ്ടുപോയി വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞത്, നീ ഒരു കാരണവശാലും വേറൊരു സാധനത്തിന് വേണ്ടിയും ഒരു കാര്യത്തിനും വേണ്ടി ഈ കാശ് ഉപയോഗിക്കരുത്. നേരെ പച്ചക്കറി കടയിൽ പോവുക, സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് അവിടെ പോവുക, വാങ്ങിക്കുക. ഈ 2000 രൂപയ്ക്ക് എത്ര കിട്ടുമോ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നിൻ്റെ ടേബിൾ ടോപ്പിൽ ഇത് നിരത്തിയിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് അവരവരുടെ വീട്ടിലെത്തി സാധനങ്ങൾ വാങ്ങി അത് അവരുടെ ടേബിൾ ടോപ്പിൽ വെച്ച് ഒരു 2 കിലോയുടെ അരിയുടെ ചെറിയ പാക്കറ്റും കുറേ പച്ചക്കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടാ, എന്നാലും എല്ലാം കൂടെ എടുത്ത് നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 3 തവണയായിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. ഈ ഭാര്യയും ഭർത്താവും 3 തവണ ഈ സ്റ്റേഷനിൽ വരുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, അതൊരു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, BCom പോയൊരു കുട്ടിയാണ്.
പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സ്വന്തം വീട്ടുകാർ കൂടെ സപ്പോർട്ട് ചെയ്യാനില്ല, അവർ ലവ് ഫെയർ ആയിട്ട് കല്യാണം കഴിച്ചു പോയതാണ്. ഞാൻ ആ കുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം, നിനക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്കുള്ള അവസ്ഥ ഇങ്ങനെ മോശമാവില്ലായിരുന്നു. നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ പോയിട്ട് എൻ്റെ വീട് 2 ദിവസമായി പട്ടിണിയാണ്, എൻ്റെ കുഞ്ഞ് 2 ദിവസമായി കഴിക്കുന്ന ഫുഡല്ലാതെ എൻ്റെ വീട്ടിൽ മിനറൽ വാട്ടർ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കഴിയുന്നത് എന്ന് നിനക്ക് പറയേണ്ട ഒരവസ്ഥ നിനക്ക് വരുമാനം ഉണ്ടാവുമെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഷെറിനെ പ്രത്യേകം പറയും കേട്ടോ, ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ ABC എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. നീ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ, നിനക്ക് അവിടെ എന്തെങ്കിലും പഠിപ്പിക്കാൻ തൊഴിലധിഷ്ഠിതമായി എന്തെങ്കിലും ഒരു കോഴ്സ് അവിടെ ചെയ്യാൻ പറ്റും. നീ അവിടെ പോയിട്ട് അതിൻ്റെ മാനേജരോ അതിൻ്റെ ഡയറക്ടറോ ഒക്കെ ഉണ്ടാവും, അവിടെ പോയി കാര്യങ്ങൾ സംസാരിക്കണം. അപ്പം നിനക്ക് പറ്റുന്ന എന്തെങ്കിലും വിദ്യാഭ്യാസമായി തൊഴിലധിഷ്ഠിതമായി എന്തെങ്കിലും കാര്യം അവിടെ നിനക്ക് കിട്ടാതിരിക്കത്തില്ല. ഈ നാട്ടിൽ ഞാൻ കണ്ടിടത്തോളം ABC എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ ചെന്നാൽ ഒരു പക്ഷേ നിനക്കൊരു മാർഗം അവിടെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേ എത്തിക്കാണും, ചിലപ്പോൾ അടുത്ത വർഷം എത്തുക, ഒരു പക്ഷേ അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പം ഉടനടി എത്താൻ സാധ്യതയില്ല. ഇനിയും എന്നെ വന്ന് കാണും. അപ്പം ഞാൻ പറയാം, ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ആ കാര്യം വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫർമേഷൻ തരികയോ ചെയ്യാതിരുന്നത് ആ കുട്ടിക്ക് ഒരു നാണക്കേട് ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്തത് അഡ്വാൻസ് ചെയ്ത് പറയാതിരുന്നത്. ഏതായാലും അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ നിരാലംബരായി ജീവിക്കുന്ന ഒരു വരുമാനത്തിന് ഒരു വെളിച്ചം കാണാൻ സാധ്യതയില്ലാത്ത സ്ത്രീകളുടെ ഇടയിലേക്ക് സ്വയം പര്യാപ്തമായി നിൽക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്ഥാപനത്തെ കൊണ്ടു നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, അതും കഴിഞ്ഞ 13 വർഷക്കാലമായി കൊണ്ടു നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, അത് അവരുടെ ലൈഫ് ടൈമിൽ ഭാരതരത്ന പോലുള്ള അവാർഡുകൾ കിട്ടാൻ തക്കവണ്ണം അത്രയും മികച്ച അച്ചീവ്മെൻ്റായി വേണം നമ്മൾ കരുതേണ്ടത്. മികച്ച അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് ഇടപെടാൻ പറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ 13 വർഷക്കാലമായി എത്രയോ കുട്ടികൾ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് അവരവർക്ക് സ്വന്തമായി ഒരു വരുമാനവും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശേഷിയുമായിട്ടുണ്ടാവാം. അങ്ങനെ എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ സ്ത്രീകളുടെ വീടുകളിൽ എത്രയോ കുഞ്ഞുങ്ങൾ ABC-യിലെ ജീവനക്കാർക്ക് വേണ്ടിയും ABC-ക്ക് വേണ്ടിയും ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനയിൽ ഇടം കണ്ടിട്ടുണ്ടാവാം. നാളെ കാലത്ത് നിങ്ങളും ഒരു തൊഴിൽ കിട്ടി സ്വന്തം കാലം നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങളും നാളെ കാലത്ത് ABC മേൽക്കുമേൽ നല്ലതായി വരട്ടെ, എന്നെ പോലെ ഒരുപാട് ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എൻ്റെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്നേണ്ട 1 കൊല്ലവും 4 മാസവും ആകുന്നു. ഇപ്പോൾ ഞാൻ ഏതാണ്ട് 150-ൽ പരം വേദികളിൽ സംസാരം കഴിഞ്ഞു. ഈ 150ഓളം കഴിഞ്ഞ വേദികളിലൊക്കെ തന്നെയും എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യമായതും വളരെ സന്തോഷകരമായതും എനിക്ക് അങ്ങേയറ്റം സന്തോഷം തന്നിട്ടുള്ളതും പിന്നെ ആലോചിക്കുമ്പോൾ സന്തോഷം തന്നിട്ടുള്ളതുമായ എൻ്റെ സംസാരം എല്ലാം തന്നെ 4ാമത്തെ തവണയായിട്ടിത് ABC അക്കാഡമിയുടെ വേദികളിലായിരുന്നു എന്നുള്ളതാണ്, പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സന്തോഷം തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ നാടിൻ്റെ വികസനത്തിന്, ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള വിജയത്തിന് ഒരു സ്ത്രീ, ആ വീട്ടിലെ സ്ത്രീ വിജയിച്ചാൽ, ജീവിതത്തിൽ മുന്നോട്ട് വന്നാൽ ആ കുടുംബം നന്നാവും. അങ്ങനെ എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ ABC കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ചിന്തയാണ് എനിക്ക് ഇത്രയും സന്തോഷകരമായി ഈ വേദിയിൽ വന്നു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. ABC-യുടെ അണിയറ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന്, ചുക്കാൻ പിടിക്കുന്നതിന് ദൈവം എല്ലാ വിധത്തിലുള്ള ആശംസകളും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ശക്തിയും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ എന്നെ കേൾക്കുവാനായി ഞാൻ പറഞ്ഞ കാര്യം, കഥ എന്ന് പറഞ്ഞത് ഒരു സാങ്കല്പിക കഥ ആയി കാണാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ കാലത്തോ അല്ലെങ്കിൽ ഇന്നോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട്, നാളെ ഇവിടെ കൂടിയിരിക്കുന്ന, ഇന്നിവിടെ പൊട്ടും കുറിയും സിന്ദൂരവും നല്ല സാരിയും ബ്ലൗസും ഡ്രസ്സും ഒക്കെ ഇട്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച് നമ്മുടെയൊക്കെ മുന്നിൽ സുന്ദരികളായിരിക്കുന്ന ഈ ആൾക്കാർക്കൊക്കെ കോള് വരുന്നത്, ശബ്ദം മാറിപ്പോയി. ഈ ആൾക്കാർക്കൊക്കെ നാളെ കാലത്ത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്.
അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായ മാർഗദീപം നൽകുന്നതിന് ABC-ക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി 2 വാക്ക് സംസാരിക്കുന്നതിന് അനുവാദം തന്ന, അവസരം തന്ന ഇതിന് അണിയർപ്പെടുത്തുക വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഓൾ. ഉദ്ഘാടകൻ ശ്രീ ജലീൽ മണമൽ സാർ, സ്വാഗതം ആശംസിച്ച ശ്രീമതി ഷറീന മാഡം, അധ്യക്ഷൻ ശ്രീ സിദ്ദിഖ് സാർ, എൻ്റെ മേലുദ്യോഗസ്ഥൻ ശ്രീ അഷീദ് സാർ, ശ്രീ MN സാക്കി, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുന്ദരികളെ, ആദ്യമായി ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാനും CSR കൂടെ വന്നപ്പോൾ നിങ്ങളുടെ കയ്യടി ആദ്യമായിട്ടാണ് പോലീസിന് ഇങ്ങനെ ഒരു കയ്യടി കിട്ടുന്നത്. സത്യം പറയാം, ഞങ്ങൾ സാധാരണ ഒരു ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ കല്ലേറ്, ചീമുട്ട, കൂക്കുവിളി ഇതാണ് സാധാരണ കേൾക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ABC വിളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വരുന്നതും, അത് മനസ്സിലാക്കണം. പിന്നെ കുറച്ച് വൈകിപ്പോയി, അതിന് ഒരു ഹൃദയം നിറഞ്ഞ ക്ഷമാപണം നടത്തുന്നു. അത് ഈ പോലീസിൻ്റെ കാര്യം അങ്ങനെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിക്ടിം ഞാനൊരു വിക്ടിമാണ്. എൻ്റെ കല്യാണം ഒരു 17 വർഷം മുന്നെയാണ് കല്യാണം നടക്കുന്നത്. അപ്പം അല്ല സോറി 5 വർഷമായിട്ടുള്ളൂ, മാറിപ്പോയതാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ ഈ പോലീസിൽ കയറിയ സമയത്താണ്, ഉടനെയാണ്. അപ്പോൾ എൻ്റെ വീടും ഈ ഞാൻ കയറി ഞങ്ങളെ ക്യാമ്പും അടുത്ത് തന്നെയാണ്. അങ്ങനെ കല്യാണത്തിന് ഏകദേശം ഒരു പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള 500ഓളം പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങളെ ക്യാമ്പിൽ കുറേ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ കല്യാണ ദിവസം തൊട്ട് തലേന്ന് നമ്മുടെ അന്ന് തലശ്ശേരി, കണ്ണൂർ ആ ബെൽറ്റിൽ സ്ഥിരമായിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സമയമാണ്. തൊട്ട് തലേ ദിവസം അന്ന് അവിടെ ഒരു കൊലപാതകം നടന്നു. ഇതേ കിടക്കണോ ക്യാമ്പിലെ പോലീസ് മൊത്തം അവിടേക്ക് പോയി. അന്ന് കല്യാണത്തിന് ഇവരെ കണ്ട് ചോറിട്ട ഞാൻ ശശിയായി. ആ 500 ആൾക്കുള്ള ചോറ് സത്യം പറയണമെങ്കിൽ വേസ്റ്റായി എന്നല്ല, അവർ വന്നില്ല. അപ്പോൾ നമ്മളെ കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പോലീസിനെ കണ്ടിട്ട് ഒന്നും അരിയിടാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസ് വാഹനത്തിൽ നമ്മൾ എവിടേക്കും പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു പോലീസ് വാഹനം കാണുന്നെങ്കിൽ ആ പോകുന്ന വഴിക്കല്ലേ ഞാനും കൂടി കയറാം എന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ കുടുങ്ങി. കാരണം പിന്നെ ലോകം മൊത്തം ചുറ്റിയിട്ടേ വരുള്ളൂ. അപ്പോൾ ഏതായാലും ആ കാര്യത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ABC-യുമായുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു ക്രിസ്മസ് ദിനത്തിലാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നു സ്റ്റേഷനിലേക്ക് ഒരു ക്രിസ്മസ് കേക്കുമായി കുറച്ച് പേര് വരുന്നതെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നതും. അപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധമാണ്. തീർച്ചയായിട്ടും ABC അക്കാദമിയെ കുറിച്ച് കൂടുതലൊന്നും ഞാനിനി പറയുന്നില്ല, എൻ്റെ ഇപ്പോൾ സമയമില്ല. എൻ്റെ മുന്നേ പ്രസംഗിച്ചവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു. പിന്നെ മാത്രമല്ല, നിങ്ങളെല്ലാവരും രസിപ്പിക്കാൻ MN സാക്കി, പിന്നെ ഞങ്ങളെ സമയത്തോളം ഞങ്ങൾക്ക് ലാത്തി ചാർജൊക്കെ നടത്തല്ലോ, അതൊന്നും ഇപ്പോൾ ഇവിടെ പറ്റില്ലല്ലോ. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളെടുത്തില്ല. എൻ്റെ പഞ്ചഗുസ്തിയാണ്, ഹൈറ്റാണ്, അത് ഇവിടെ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇനി നിങ്ങളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷോസൊക്കെ കാണാൻ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച ശ്രീമതി ഷറീന മാഡത്തിനോടും ഇതിൻ്റെ സിദ്ദീഖ് സാറിനോടും ABC ഭാരവാഹികളോടും നിങ്ങളോട് എല്ലാവരും തന്നെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹലോ എവ്രിവൺ. അങ്ങനെ എല്ലാവരും സംസാരിച്ച പോലെ ഫോർമലായിട്ട് സംസാരിക്കാതെ ഒരു ചേഞ്ചിന് ഞാൻ മൈക്ക് ഇടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു ബോറടിച്ചോ എല്ലാവർക്കും? ഒന്നാമത് പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റായി, സ്റ്റിൽ ഓക്കെ അല്ല എല്ലാവരും? എനിവേ, റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഫ്രണ്ട്സ് എല്ലാവരും, ഫസ്റ്റ് ഓഫ് ഓൾ സോ ഹാപ്പി ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു വേദിയിൽ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഒരു സാധാരണ പാട്ടുകാരൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം എന്നെക്കുറിച്ച് പറയാനില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്, 3rd ഇയർ ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ സ്റ്റുഡൻ്റാണ്. സോ ഈ ഒരു പ്രായത്തിൽ എനിക്ക്
ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ ഒരു പ്രോഗ്രാം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ഫോർ ദിസ് പ്രോഗ്രാം. ആൻഡ് എൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും നിങ്ങൾ അധികം സംസാരം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഒരു 2 പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങിയാലോ അല്ലേ? അങ്ങനെ കുറേ നേരം സംസാരിച്ച് മുഷിപ്പിക്കണ്ടല്ലോ. ABC അക്കാഡമി കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ കോട്ടക്കലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കോട്ടക്കലിലുള്ള ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ABC എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ കോട്ടക്കലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് ABCൻ്റെ ഒരു പവർ മനസ്സിലായത്. ഇത്രത്തോളം ബ്രാഞ്ചസ് ആൻഡ് ഇത്രത്തോളം സ്റ്റുഡൻസ്, അതും കംപ്ലീറ്റ് വുമൻസ്, ആൻഡ് ഇതിൻ്റെ ഹെഡ് തന്നെ ഒരു വുമൺ ആയതുകൊണ്ടാവാം ഇത്രയും സ്ട്രോങ് വുമൺ എംപവർമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ABC എന്തായാലും ഒരു നിസ്സാര സംഭവം അല്ല എന്ന് മനസ്സിലായി. നമുക്ക് എന്താ ചെയ്യുക, ഒരു 2 പാട്ട് പാടല്ലേ? എന്തായാലും വേദിയിൽ ഇരിക്കണവരെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. 2 പാട്ട്, ചെറിയ പാട്ട് പാടിയിട്ട് നിർത്താം. ഓക്കെ, ഇത്രയും വൈബുള്ള ഒരു സ്റ്റേജ് കിട്ടിയാൽ 2 പാട്ട് പാടിയില്ലെങ്കിലോ എന്നൊരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ലേ? അവിടെ IP മുതൽ താഴോട്ട് എല്ലാ ആൾക്കാരും പാട്ട് പാടുന്ന ആൾക്കാരാണ്. ഈ സാഗി ഇത്രയും ഭംഗിയായിട്ടൊരു പാട്ട് പാടി നിങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? ഞാനിപ്പോൾ പാട്ട് പാടിയാൽ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അല്പം ഒരു അരസികത്തരം തോന്നും. അത്ര ഒരു എൻജോയ്മെന്റ് ഫീൽ ചെയ്യില്ല. എനിക്കിങ്ങനെ സംസാരിക്കാൻ എത്രയോളം സംസാരിക്കാം, 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ സംസാരിക്കാം, കുഴപ്പമില്ല. സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഇത്തിരിയും കൂടി ഗംഭീരമുള്ള, കാണാൻ ഭംഗിയുള്ള, നല്ല ശബ്ദത്തിൻ്റെ ഉടമയായ എൻ്റെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ നിങ്ങളെ എല്ലാവരെയും ഒരു പക്ഷേ കോരിത്തിരിപ്പിക്കാൻ സാധ്യതയുള്ള ശബ്ദത്തിനുടമയായ എൻ്റെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദിനെ ഞാൻ അത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കയ്യടിയാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടി ആസ്വദിച്ചുകൊള്ളുക. അദ്ദേഹത്തെ ഞാൻ 2 വാക്ക് അല്ലെങ്കിൽ 2 വരി പാടുന്നതിന് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സമയം ഞാൻ എടുക്കുകയാണ് വിത്തൗട്ട് യുവർ പെർമിഷൻ. ഇത് ക്ഷമിക്കുക, നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്കില്ല എന്നറിയാം. എന്നാലും ഈ 2 വരി കേൾക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോകുമെന്ന് മാത്രം ഞാൻ അറിയിക്കുകയാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ ഐറ്റല്ല. പിന്നെ പോലീസിന്റെ പ്രത്യേകത, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. വയനാട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തേനീച്ച കുത്തി കുറച്ച് പേരെ. അപ്പോൾ ആ തേനീച്ചയെ തളയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് SP ഒരു ഓർഡർ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ തേനീച്ചനെ പിടിക്കും, ആനനെ പിടിക്കും, വേണമെങ്കിൽ പാട്ടും പാടും അല്ലേ? Respected dignitaries and my dear students, okay. Already we have been going late, so I don't extend my words. I just put forward one word from Christian Lagarde, former IMF head. The word is that if you educate a boy, you just train a man. If you educate a girl, you train a village. That means the girl's education is the most extreme one in the world. And that is what is doing by ABC Academy. All the best for this Tejomaya 2K24. Thank you very much. Hello, good morning all of you. ABC Academy Arts Fest തേജോമയ 2K24 ആഘോഷവേളയിലാണ് നമ്മളെല്ലാവരും. ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ABC അക്കാഡമിയുടെ തേജോമയ 2K24 ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയായി. എഡ്രിക് റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജലീൽ സാറിന് ആദ്യമേ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ CI ശ്രീ അശ്വിത് സർ, SCPO ശ്രീ സയ്യിദ് മുഹമ്മദ് സർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്രീ MN സാക്കി സർ, അവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ABC അക്കാഡമിയുടെ ഫൗണ്ടർ ആൻഡ് CEO ശ്രീമതി ഷെറീന മുഹമ്മദ് സലീം, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സലീം സർ, ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ആശംസകൾ നേർന്ന ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ശ്രീ മുഹൈദ്ദീൻ സർ, മോണ്ടിസോറി സീനിയർ ഫാക്കൽറ്റി ഷൈല പർവി മാം, അവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ.